Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 entrance examination Keam engineering result vannu. This result is based on നമ്മുടെ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് എഞ്ചിനീയറിംഗിന് മൂന്ന് സെക്ടറിലെ കോളേജുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഫസ്റ്റ് വൺ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്, സെക്കൻഡ് വൺ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, തേർഡ് വൺ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ്. ഈ മൂന്ന് സെക്ടറിലെ കോളേജുകളിലും കേരളത്തിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ സീറ്റിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കാനും ഒരു അഡ്മിഷൻ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കുറച്ച് കോഴ്സുകളും ആ കോഴ്സുകൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളിലും 4 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കീമിനൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉണ്ട്, അതിനുശേഷം സ്ട്രേ വേക്കൻസി ഉണ്ട്, മോപ്പപ്പ് റൗണ്ട് ഉണ്ട്. ഈ 4 റൗണ്ടും കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിനാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് ഒരു ഔട്ട്ലൈൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാനാണ് ആൽഫ അക്കാഡമി ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ്, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്തും അലോട്ട്മെൻറ്റ് സമയത്തും ഒക്കെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഈ ചാനലിലൂടെ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും ഓപ്ഷൻ കൊടുക്കുന്ന സമയത്തും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം, വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സുകൾ കൃത്യമായി പറഞ്ഞു തരാനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും മികച്ച കുറച്ച് കോഴ്സുകളും ആ കോഴ്സുകൾ ഏതൊക്കെ സെക്ടറിലാണ് ഉള്ളത്, ലാസ്റ്റ് റാങ്കിലൂടെ എവിടെയൊക്കെ അഡ്മിഷൻ നേടാൻ സാധിച്ചു, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ 3 സെക്ടറിലെ റിസൾട്ടുകൾ റാങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഗവൺമെൻറ് കോളേജിൽ കീമിൻ്റെ റാങ്കിലൂടെ അഡ്മിഷൻ ലഭിച്ച ലാസ്റ്റ് റാങ്ക്. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അവിടെ ലഭിച്ചിരിക്കുന്ന ലാസ്റ്റ് റാങ്കുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ. ഇവിടെ ഫസ്റ്റ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ കോഴ്സ് ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളിലൊന്നുമില്ല. നമുക്കറിയാം കേരളത്തിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി KTUവിൻ്റെ അണ്ടറിൽ വരുന്ന 150ഓളം കോളേജുകളാണ് നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ടും കോഴ്സുകളായിട്ടും നമുക്കിവിടെ ഉള്ളത്. ഈ കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനാണ് കീമിൻ്റെ ഒരു എക്സാമിനേഷൻ എഴുതിയതും +2വിൻ്റെയും എൻട്രൻസിൻ്റെയും മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതും. ഇനി ഈ കോഴ്സിന് നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് 3597 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കോഴ്സ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എവിടെയുള്ളതാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ മുഴുവൻ കോളേജുകളുടെയും ലിസ്റ്റുണ്ട്. ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സാണ് ഉള്ളത് എന്നും അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയാൽ എനിക്ക് ഈ കോഴ്സ് ഏത് ക്യാമ്പസിൽ പഠിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ കോളേജും കൂടെ ഉൾപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ഈ കോഴ്സ് അവിടെ അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന കോഴ്സ് 7240 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുതന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ 56,859 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ കോഴ്സ് ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി തേർഡ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 5143 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ആ കോഴ്സ് ഇപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ കോളേജുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ അലോട്ട്മെൻറ്റും നടന്നിട്ടില്ല. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഈ കോഴ്സിന് 3541 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരുമ്പോൾ 39,119 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കോഴ്സ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് സെക്ടറിലില്ല, പ്രൈവറ്റ് സെക്ടറിലാകുമ്പോൾ 19,554 വരെ വന്ന വിദ്യാർത്ഥികൾക്കും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണുള്ളത്. 28,982 വരെ വന്ന വിദ്യാർത്ഥികൾക്കും. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്
55,652 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ബയോടെക് ആൻഡ് ബയോകെമിക്കൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 6,220 വരെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 28,040 വരെ വന്ന വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം ഈ കോഴ്സിലേക്ക് 32,417 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 27,394 വരെ വന്ന വിദ്യാർത്ഥികൾക്കും ബയോടെക്നോളജിക്ക് 16,330 വരെ വന്ന വിദ്യാർത്ഥികൾക്കും സിവിൽ എഞ്ചിനീയറിംഗിന് ഗവൺമെൻറ് സെക്ടറിൽ 8,057 വരെയും ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 39,32 വരെ വന്ന വിദ്യാർത്ഥികൾക്കും 60,012 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും സിവിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിങ് കോഴ്സിന് 4,558, പ്രൈവറ്റിൽ 33,832 വരെ വന്ന വിദ്യാർത്ഥികൾക്കും കെമിക്കൽ എഞ്ചിനീയറിംഗിന് 5,235 വരെ വന്ന ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളിലും അതുപോലെ 55,581 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെക്കാനിക്കൽ ലേണിംഗിന് 33,071 വരെയും കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റാ സയൻസിന് 2,367 വരെ ഗവൺമെൻറ് സെക്ടറിലും 15,887 വരെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും സൈബർ സെക്യൂരിറ്റി 21,166 വരെ വന്ന വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 1,358 വരെ വന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 20,598 അതുതന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നപ്പോൾ 47,836 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ മാത്രമുള്ളൊരു കോഴ്സാണ് 28,450 വരെ വന്ന വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന കോഴ്സിന് 6,514 വരെ വന്ന വിദ്യാർത്ഥികൾക്കും സിവിൽ ആൻഡ് എൻവറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് ഗവൺമെൻറ്റിലായപ്പോൾ 13,207 അത് സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോയപ്പോൾ 34,248 കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് കോഴ്സിന് 15,492 പ്രൈവറ്റ് സെക്ടറിൽ 35,928 ഇത്രയും റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം റാങ്കിലുള്ള വേരിയേഷൻ എത്ര അധികമാണെന്ന്. അതുപോലെ ഗവൺമെൻറ് സെക്ടർ പോലെ പ്രൈവറ്റ് സെക്ടർ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന റാങ്കുകളിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഇനി ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറിലാകുമ്പോൾ 8,000 റുപ്പീസ് മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ആനുവൽ ഫീസ് വരുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറുമ്പോൾ ആനുവൽ ഫീസ് ഓരോ കോളേജിനനുസരിച്ച് ഫീസുകൾ വ്യത്യാസമുണ്ട്. എങ്കിലും ഒരു ആനുവൽ ഫീസ് ഒരു 60,000-ലേക്കൊക്കെയാണ് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ മാറുന്നത്. അപ്പോൾ 8,000 റുപ്പീസിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഗവൺമെൻറ് സെക്ടറിലെ സീറ്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ കൊടുക്കുക. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് ഒരല്പം ഉയർന്ന ഫീസിലേക്ക് മാറിയാലും എനിക്ക് അങ്ങനെയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ തന്നെ നല്ല കോളേജുകൾ മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലായാലും നല്ല കോളേജുകൾ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, അവിടുത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്. സെക്കൻഡ് വൺ, ഡിസിപ്ലിൻ എങ്ങനെയുണ്ട്. തേർഡ് വൺ, പ്ലേസ്മെൻറ്റ് എങ്ങനെയുണ്ട്. എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന ഒരു 4 വർഷത്തെ കോഴ്സിൽ 3-ാമത്തെ വർഷം തന്നെ പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ് ബിടെക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രത്യേകതയായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസും കുട്ടികളും ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്, പ്ലേസ്മെന്റ് എങ്ങനെയുണ്ട്, ഡിസിപ്ലിൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഇതിനേക്കാൾ പ്രാധാന്യമുള്ളത്. നമ്മുടെ കേരളത്തിലെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുടങ്ങും. ആ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നാം ഓപ്ഷൻ കൊടുക്കേണ്ടത്, എത്ര കോളേജുകളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പേരൻസിൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാകാം. നാം എത്ര കോളേജുകളും കോഴ്സുകളും നമുക്ക് മിക്സ് ചെയ്ത്
ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിലേക്ക് കൃത്യമായി എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം നമുക്ക് ഒരു നല്ല കോളേജ്, റീസണബിൾ ഫീസിൽ പഠിക്കാവുന്ന ഒരു കോളേജ്, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഇനിയും സാധ്യതകളുണ്ട്. 2024 എൻട്രൻസ് എക്സാമിനേഷൻ, അതിന് വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിജയിക്കാഞ്ഞത് എൻ്റെ പോരായ്മയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ പ്രിപ്പറേഷനിലെ പോരായ്മയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി ശ്രമിക്കുന്നതിലൂടെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഒരു രക്ഷിതാവ് ചെയ്യുന്നത് ആ വിദ്യാർത്ഥിയെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ഏറ്റവും സിസ്റ്റമായ ഒരു ട്രെയിനിങ്ങിൻ്റെ പാർട്ടായി മാറുവാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 23 വർഷമായി അതിമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയല്ല, ധാരാളം ബ്രാഞ്ചുകളിലൂടെ അതിലധികം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് അതിൽ കുറച്ചുപേർ മാത്രം വിജയിക്കുന്ന ഒരു സിസ്റ്റമല്ല. പേഴ്സണൽ അറ്റൻഷനോടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പേഴ്സണൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി 2024 റിപ്പീറ്റർ ബാച്ചിന് വേണ്ടി പഠിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ ആൽഫയുടെ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇൻവൈറ്റ് ചെയ്യുന്നു. ഏത് സമയത്തും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പഠിക്കുന്ന സമയത്തും ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലും ഇതിനോടൊപ്പം ഒരു റിപ്പീറ്റർ ബാച്ചിലൂടെ പഠിച്ച് വിജയിക്കാനും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങളെ വിജയിക്കാൻ ഒരു കഴിവുള്ളവരാക്കി മാറ്റിത്തരുവാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സംശയങ്ങൾക്കും കോഴ്സുകളെക്കുറിച്ചോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിനെ കുറിച്ചോ റിപ്പീറ്റർ ബാച്ചിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറോ ഏതുമാവട്ടെ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ ഓരോ എക്സ്പേർട്ട് ടീമും നിങ്ങളുടെ കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.